ചോറൊക്കെ അവിടെ വീഴും. നമ്മുടെ വായി ചെറുതല്ലേ. എന്നെ കൊണ്ട് ഞാൻ തോറ്റു മുട്ട. അപ്പോ നമ്മുടെ വായി ചെറുതല്ലേ, അത് കാരണം അങ്കിൾ പറഞ്ഞത് യു ഷുഡ് പിക്ക് അപ്പ് ലെസ് എമൗണ്ട് ഓഫ് റൈസ് ഓർ ചോറ്. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായ തുറക്കാൻ പറ്റില്ല. അപ്പൊ കൂടുതൽ ചോറ് കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വായിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കുറച്ച് വായിനുള്ളിൽ പോകും, ബാക്കിയൊക്കെ എന്താവും നമ്മുടെ ഡ്രസ്സില്, നമ്മുടെ ചോട്ടില്, ടേബിളില്, അവരുടെയൊക്കെ വീഴും. അതാണ് ഈ വീണത്. കറക്റ്റ്. അപ്പൊ കറക്റ്റ് കുറച്ച് ചോറ് എടുത്തത് നമുക്ക് കഴിക്കാൻ പറ്റും. റൈറ്റ്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോ അവിടെ എവിടെയൊക്കെ ചോറ് ആക്കാൻ പാടുവോ ഓർ ആക്കാൻ പാടില്ലയോ? വെരി ഗുഡ്. യു ഷുഡ് നോട്ട് അവിടെ എവിടെയും ചോറ് ചോട്ടില് ആക്കാൻ പാടില്ല. ഗുഡ് മാനേഴ്സ്. The people who eat with good manners, they will never spill the food here and other things. Yuvraj, I am talking to you. ചോറ് കഴിക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ നീ ആക്കും. ബാഡ് ഹാബിറ്റ്. ചോറ് കുറച്ചെടുക്കുക and eat it. Never spill the rice. Rice എങ്ങനെ spill ആവുക? You take more rice than your mouth opening. നമ്മുടെ വായ ഇത്രേ തുറക്കുള്ളൂ. പക്ഷെ ഇത്ര ചോറ് എടുത്തു കഴിഞ്ഞാൽ കേറുവോ? അപ്പൊ കുറച്ച് കയറി കഴിഞ്ഞാൽ ബാക്കി ചോറൊക്കെ എന്താവും? ചോറ് വേസ്റ്റ് ആവും. റൈറ്റ്. ഗുഡ്. ധ്രുവ. സഞ്ജു. നമ്മളെല്ലാവരും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഏത് കൈയുടെ ചോറ് കഴിക്കുക? അപ്പൊ ബൈ ചാൻസ് നമുക്ക് തല ചൊറിയേണ്ടി വന്നു. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തല ചൊറിയേണ്ടി വന്നു. ഏത് കൈ കൊണ്ടാ തല ചൊറിയ? ചോറ് കഴിക്കണ കയ്യോ അല്ല മറ്റേ കയ്യോ? ആ കൈയാണ്. അപ്പൊ അതിന് സാമ്പാർ മുരിങ്ങക്കായൊക്കെ ഉണ്ടാവും, അതെടുത്ത് തല ചൊറിയോ? ഇങ്ങനെ സാമ്പാർ മുരിങ്ങക്കായൊക്കെ തലയിലാവില്ലേ? ലെഫ്റ്റ് ഹാൻഡ്. സോ വെൻ യു ഈറ്റ് രണ്ട് കൈയുണ്ട്. അപ്പോ when you are using the right hand, by chance തല ചൊറിയണം. റൈറ്റ്. ഫോർ എക്സാമ്പിൾ കണ്ണ് ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മൾ കഴിക്കണ കൈ കൊണ്ട് കണ്ണിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? മസാല എവിടെ പോകും? മുളക് എവിടെ പോകും? അപ്പൊ നമ്മൾ കഴിക്കണ കൈ കൊണ്ട് കണ്ണ് തൊടാൻ പാടില്ല, കഴിക്കണ കൈ കൊണ്ട് ചൊറിയാൻ പാടില്ല, കഴിക്കണ കണ്ണുകൊണ്ട് ചെവി തൊടാൻ പാടില്ല. റൈറ്റ്. അപ്പൊ ഒരു കൈ കൊണ്ടാ കഴിക്കണം പറഞ്ഞാൽ നമ്മള്, മറ്റേ കൈ ഫ്രീ അല്ല. അപ്പൊ ബൈ ചാൻസ് ചൊറിയേണ്ടി വന്നു കഴിഞ്ഞാൽ കഴിച്ചോണ്ടിരിക്കുമ്പോ ചൊറിയ, കണ്ണ് ഇങ്ങനെ ചെയ്യാ, ചെവി ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഈ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാർ, മുളക് പൊടി, ചട്നി, അക്കമൂഞ്ചീര. റൈറ്റ്. അപ്പൊ എന്താ ചെയ്യാ? കാണിച്ചു കൊടുക്ക. മാമ ഏത് കൈ കൊണ്ടാ കഴിക്കുക? ഈ കൈ കൊണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കണ്ണ് ചൊറിയണമെങ്കിൽ എങ്ങനെ ചെയ്യാ? ഏത് കൈ കൊണ്ടാ ചെയ്യാ? അതെങ്ങനെ കാണിച്ചു കൊടുക്ക? കണ്ണ് എങ്ങനെ ചൊറിയ? ഈ കൈ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഗുഡ്. അടുത്തത് ഈശു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാ സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? നല്ല കുട്ടികൾ എന്ത് ചെയ്യും? പ്ലേറ്റ് എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുപോയി വെക്കും. ഇഷ്യൂ ചെയ്യാറുണ്ടോ? നമ്മുടെ പേരെന്താണ്? ഷംന പ്ലേറ്റ് കൊണ്ടുപോ, നീ കൊണ്ടുപോ പ്ലേറ്റ്. ഷംന കൊണ്ടുപോകും. അത് ബാഡാണ്. നീ ഫുഡ് കഴിച്ചാ when you people have the food, you people have to carry the plate and drop it in the dishwasher or wash basin or the washing arena. നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം. അവിടെ വിട്ടിട്ട് പോകാൻ പാടില്ല ടേബിളിൽ. അത് ബാഡ് മാനേഴ്സ് ആണ്. So once you finish the food, pick up the plate and take it to the place of washing. ഷംനയ്ക്ക് വേണ്ടി വെക്കാൻ പാടില്ല. അപ്പൊ മാമ കൊണ്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇഷ്യൂ ആ കഴിച്ചത് അവിടെ വെച്ചിട്ട് കഴുകണം. ഗുഡ്. അവിടെ പോവാം. അടുത്ത ആള് യശ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ പാടുമോ കഴുകാൻ പാടില്ലയോ? കഴുകാൻ പാടില്ല. എങ്ങനെ കൈ കഴുകാൻ കാണിച്ചത് എല്ലാവർക്കും? വള്ളത്തിൽ പോയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തേച്ചിട്ട് കൈ കഴുകണം. എല്ലാവരും കഴുകുമോ? ഗുഡ്. യാനീഷ്. ഫുഡ് എപ്പോഴാണ് നമുക്ക് കഴിക്കേണ്ടത്? എപ്പോ വേണമെങ്കിലും കഴിക്കാം, അല്ല ഫുഡ് കഴിക്കേണ്ട സമയത്തിന് കഴിക്കണം. ഗുഡ്. പിന്നെ വെരി ഗുഡ്. ചോദിച്ചോ? പിന്നെ എന്താണത്? വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇവിടെ കാണിക്കേ, കബളിൽ ഇത്തിരി സാമ്പാറുണ്ട്. അതൊന്ന് കൈകിട്ടോ പോയിട്ട്. അവിടെ സാമ്പാറുണ്ട് കുറച്ച്. അടുത്ത രാവിലെ ഫുഡ് കഴിക്കില്ലേ? നമ്മള് രാവിലെ ഫുഡ് കഴിക്കില്ലേ? അതിനെന്താ പറയാ? നമ്മള്
എല്ലാവരും തപ്പോട്ട് താനേക്ക്. എല്ലാവരും പറ എന്താ കഴിക്കുക? രാവിലെ ഫുഡിന് എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ്. വലിക്ക പറ. വലിക്ക പറ. ഓക്കെ. ഉച്ചക്ക് നമ്മളിപ്പോ ലഞ്ച് കഴിച്ചില്ലേ? ഇതിനെന്താ പറയാ? എന്താ എന്താ പറയാ? വലിക്ക പറ. അപ്പൊ ഉച്ചക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മള് ലഞ്ച് പറയും. രാത്രി നമ്മൾ ആഹാരം കഴിക്കില്ലേ? ആ എന്താ പറയാ? ഡിന്നർ. രാത്രി എന്താ പറയാ? ഈ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കില്ലേ? ചായ കുടിക്കില്ലേ? അതിന്റെ കൂടെ അപ്പൊ അതിനെന്താ പറയാ? അതിന്റെ കൂടെ നമ്മൾ കടി കഴിക്കില്ലേ? കടി. ആരാ ചായ കൂടെ കടി കഴിക്കുക? കടി പറഞ്ഞ എന്താണ്? പരിപ്പ് വട, മുളക് ബജി, ബോണ്ട, സമോസ. ഇതൊക്കെ എന്താ പറയാ? മലയാളത്തിൽ എന്താ പറയാ ഇതിന്? കടി. ഇംഗ്ലീഷ് എന്താ പറയാ? സ്നാക്സ്. സ്നാക്സ്. സ്നാക്സ് അല്ലടാ, സ്നാക്സ്. യുവരാജ് ഒരു ഗ്ലാസ് ചെയ്യില്ല. അപ്പൊ ചില ആൾക്കാര് എന്ത് ചെയ്യോ? സാധാരണ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എന്താ ചെയ്യാ? യുവരാജ് ശബ്ദമൊന്നുമില്ല. അടുത്ത പിന്നെ ഇങ്ങനെ ചായ കുടിക്കുക, ഇങ്ങനെ പാല് കുടിക്കുക. എങ്ങനെ കുടിക്കേണ്ടത്? ശബ്ദമൊന്നോ? പക്ഷെ ചിലപ്പോ നിങ്ങൾ ചായ കുടിക്കുമ്പോ എന്ത് ചെയ്യോ? ഹോട്ടലിൽ കുറെ ആൾക്കാർ ഇരിക്കില്ലേ? എല്ലാവരും ഓടും. അത് കാരണം ഇനി എല്ലാം ചെയ്തത് നൈനിക ഒന്ന് പറയും. അങ്കിൾ എന്തൊക്കെ പറഞ്ഞത്? ഫസ്റ്റ് ഫുഡ് കഴിക്കുന്ന മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൈ കഴിക്കണം. രണ്ടാമത് നെയില് കട്ട് ചെയ്യണം. റൈറ്റ്. ആൻഡ് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുമ്പോ കൊട വെച്ചിട്ട് പോവുക. ആൻഡ് തിരിച്ചു വരുമ്പോ കൊട ഇല്ലാണ്ട് വരിക. അങ്ങനെ ചെയ്യാൻ പാടില്ല. പോകുമ്പോഴും കൊട, വരുമ്പോഴും കൊട. ഇത് നെയില് കട്ട് ചെയ്യണം. നെയില് കട്ട് ചെയ്യണം. പിന്നെ ഫുഡ് കഴിക്കുമ്പോ എങ്ങനെ എടുക്കേണ്ട? ഫുഡ് കുറച്ച് ഫുഡ്. പിന്നെ വായ അടച്ചിട്ട് കഴിക്കണം. വായ തുറന്ന് കഴിക്കാൻ പാടില്ല. വെരി ഗുഡ്. മഴയോ? അതോട് തോന്നുന്നു നന്മയ്ക്കിന്റെ അനിയൻ വന്നു. അപ്പോ ഇതെല്ലാവർക്കും മനസ്സിലായ ഗുഡ് ഹാബിറ്റ്സ്. അപ്പൊ എല്ലാവരും പറയാ, ഇംഗ്ലീഷിൽ പറയണം. I will follow good habits. I will follow eating manners. ഞാൻ മനുഷ്യന്മാരെ മാറി കഴിക്കും. ഞാൻ മനുഷ്യന്മാരെ മാറി കഴിക്കും. ഞാൻ പശുവിനെ മാറി കഴിക്കില്ല. വെരി ഗുഡ്. താങ്ക് യു.